വെൽക്കം ടു എലൈജൻസ്. നമ്മുടെ ബെഡ്ഷീറ്റിന്റെ വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് കിങ് സൈസ് ആസ് യൂഷ്വൽ. നമ്മൾ കിങ് സൈസ് ആണ് ആദ്യം കാണിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത് കുഞ്ഞു ഫ്ലവർ ഡിസൈൻ ആട്ടോ. ഒരു യെല്ലോ ഷെയ്ഡ്, ഭയങ്കര യെല്ലോ അല്ല, ഗ്രീനിഷ് യെല്ലോ കളറാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇത് ഫ്ലവേഴ്സ് കണ്ടില്ലേ, നല്ല കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ആണ്. അപ്പോൾ ഇതിന്റെ ബോർഡർ വരുന്നത് ഇതുപോലൊരു ഗ്രേ ലാവണ്ടർ മിക്സ് ആയിട്ടുള്ള ഷെയ്ഡ് ആട്ടോ. ലാവണ്ടർ ഒത്തിരി അല്ല, ചെറുതായിട്ടൊരു ലാവണ്ടർ ടോൺ വരുന്നുണ്ട്. ഗ്രേ ആണ് മെയിൻ ഷെയ്ഡ് വരുന്നത്. അപ്പോൾ ഇതും ഇടുമ്പോൾ ഏകദേശം ഇങ്ങനെ വരും കേട്ടോ. ഈ കുഞ്ഞു ഫ്ലവേഴ്സും നല്ല ഭംഗിയായിരിക്കും ഇട്ട് കാണാനായിട്ട്. ഇപ്പം വലിയ ഫ്ലവേഴ്സും കാണാൻ ഇഷ്ടമുള്ളവരുണ്ട്, കുഞ്ഞു ഫ്ലവേഴ്സും ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ രണ്ടും നമ്മൾ കൊണ്ടുവരും കേട്ടോ. എല്ലാവരുടെയും ഇഷ്ടത്തിന് ഇതിങ്ങനെ മിക്സ് ആയിട്ടാണ് എല്ലാം ഡിസൈൻ വരാറ്. അതുകൊണ്ട് എല്ലാ ദിവസവും ഞാൻ അതുകൊണ്ടാണ് വീഡിയോ ഇടുന്നത്. ഒത്തിരി ഡിസൈൻസ് ഇതിൽ വരുന്നുണ്ട്. ഇതുപോലെയാണ് ഇതിൻ്റെ ഏകദേശം പാറ്റേൺ വരുന്നത്. അപ്പോൾ ഇതിന് ഏകദേശം ഇങ്ങനെ ഇരിക്കും. നല്ല ഫാബ്രിക്കാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 890 890. നമുക്ക് രണ്ടാമത്തെ ഡിസൈൻ വരുന്നത് വൈറ്റ് ബേസിലുള്ള ഐറ്റം ആട്ടോ. നല്ല പീച്ച് കോമ്പിനേഷൻ ആണ്. എന്നിട്ട് നമുക്ക് ബോർഡർ കൊടുത്തേക്കുന്നത് പീച്ച് കൂടിയിട്ടുള്ള റെഡ് ഷെയ്ഡ്, ഭയങ്കര റെഡ് അല്ല, പീച്ച് ആൻഡ് ഒരു റെഡിന്റെ കോമ്പിനേഷൻ ചെയ്തിരിക്കുന്ന ഒരു കളറാണ് ബോർഡർ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിന്റെ അകത്തോട്ട് വരുമ്പോൾ ഇതുപോലെ വരും. നല്ല ഭംഗിയുള്ള പീച്ച് ഫ്ലവേഴ്സ് ആട്ടോ. ഇതുപോലെയാണ് ഇടുമ്പോൾ ഭയങ്കര ഒരു ലുക്ക് കിട്ടുന്ന ഐറ്റം ആട്ടോ. ഇത് ഇച്ചിരി കളർ ഇതിൻ്റെ അകത്ത് കൂടുതൽ കാണിക്കും. ഈ സൈഡിൽ നോക്കിയാൽ മതിയേ, കാരണം അവിടെ കുറച്ച് വെട്ടം അടിക്കുമ്പോഴത്തേനും ഇച്ചിരി ബ്രൈറ്റ്നെസ് കൂടുതൽ കാണിക്കും. ഈ സൈഡിലോട്ട് അത്രയ്ക്ക് അങ്ങോട്ട് നമുക്ക് ഫീൽ ചെയ്തില്ല. ഇതിൻ്റെ അകത്ത് കാണുന്ന അത്രയും ഇതല്ല കേട്ടോ. അതായത് പീച്ചും റെഡുടെ മിക്സ് ആണ് ഷെയ്ഡ്. പക്ഷെ ഇത് നല്ലതാട്ടോ. ഇങ്ങനത്തെ ഈ ഒരു ബോർഡേഴ്സ് ബ്രൈറ്റ് ആയിട്ട് കടന്നിട്ട് സെന്ററിലോട്ട് വരുമ്പോഴത്തേനും വൈറ്റിന്റെ ഡിസൈൻ കോമ്പിനേഷൻ ആണെങ്കിൽ നമുക്ക് ഒത്തിരി എടുപ്പ് കൂടുതൽ കിട്ടും നമുക്ക് റൂമിന്. അപ്പൊ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഗിഫ്റ്റിംഗ് ഓപ്ഷനൊക്കെ നല്ലൊരു ഇതാട്ടോ. കാരണം നമ്മൾ കൊടുക്കുമ്പോൾ അവരും നല്ല ഹാപ്പി ആവും, നമുക്കും ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. കാരണം ഇതിന് അങ്ങനെ കളർ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് മനസ്സമാനമായിട്ട് കൊടുക്കാനും പറ്റും. അപ്പോൾ ഏകദേശം ഇടുമ്പോൾ ഈ ഒരു ലുക്കിലാട്ടോ വരുന്നത്. പിന്നെ പില്ലോ കേസ് സെയിം ആണ്, സെൻറ്ററിലെ ആ സെയിം ഡിസൈൻ തന്നെ. ഇതിനും റേറ്റ് 890 890. അത് ക്യൂൺ സൈസിലെ ഐറ്റം ആണ്. ഇത് വൈറ്റ് ബേസിലുള്ള ഒരു പാറ്റേൺ ആട്ടോ. ഇത് മൾട്ടി കളർ ആയിട്ടുള്ള പ്രിന്റിംഗ് ആണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ബോർഡറിന്റെ കളർ കാണും കേട്ടോ. അതുമായിട്ട് ഭയങ്കര രസമുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ്. ലൈറ്റ് നമ്മുടെ സ്കൈ ബ്ലൂ ഇല്ലേ, അതിന്റെ ലൈറ്റ് ഷെയ്ഡ് ഇതുപോലെ വരും. നല്ല രസമാട്ടോ കളർ കോമ്പിനേഷൻ കാണാനായിട്ട്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ അകത്ത് ഒരു ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഓറഞ്ച് മിക്സ് ആയിട്ടാണ് ഇതിന്റെ കളർ ഇത് പോയിരിക്കുന്നത്. പില്ലോ കവർ വരുമ്പോൾ ഇതുപോലെ വരും കേട്ടോ. എല്ലാം ഭയങ്കര വെറൈറ്റി കളേഴ്സും ഡിസൈനുമാണ് വരുന്നത്. നിങ്ങൾ കോമൺ വരുന്ന ഒരു ഡിസൈനും കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് കണ്ടിട്ടുണ്ടോ? അതല്ലാതെ, കാരണം ഇതിൻ്റെ അകത്ത് എല്ലാം ഇത് എക്സ്പോർട്ട് ക്വാളിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഡിസൈൻസ് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് നല്ല ഭയങ്കര ഒരു ലുക്കിൽ വരുന്നത്. കോമൺ വരുന്ന പോലെയല്ല കേട്ടോ. എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസ്, ബോർഡറിൻ്റെ കളറൊക്കെ ആണെങ്കിലും എല്ലാം നല്ല മാച്ചിങ്ങിലാണ് വരുന്നത്. അപ്പോൾ ആ ഒരു വെറൈറ്റി ഫീൽ കിട്ടണമെങ്കിൽ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു മോഡൽ തന്നെ എടുക്കണം. കോമൺ അല്ലാതെ നിങ്ങൾക്ക് ആ ഒരു വീടിന് കുറച്ചുകൂടെ ഭംഗി കൂടുതൽ കിട്ടുന്ന സൈസ് ഐറ്റമാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഗിഫ്റ്റിംഗ് ഓപ്ഷന് ഭയങ്കര നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതുള്ളവർക്ക് ഇത് എടുത്തു വെക്കാം കേട്ടോ. നമ്മൾ എല്ലാ ദിവസവും വീഡിയോ ഉണ്ട്. ഇപ്പോൾ 12:30 എല്ലാ ദിവസവും ഈ ഒരു ബെഡ്ഷീറ്റിൻ്റെ വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ കിട്ടാത്തൊരു സങ്കടപ്പെടേണ്ട, എല്ലാ ദിവസവും വീഡിയോ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 790 790. ലാസ്റ്റ് ഡിസൈൻ വരുന്ന ഇതാട്ടോ. ഇതും ഭയങ്കര എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പാറ്റേൺ ആണ്, സ്ട്രൈപ്സിൻ്റെ ഡിസൈൻ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡിസൈൻ എപ്പോൾ കണ്ടാലും ഞാൻ നല്ലതുണ്ടെങ്കിൽ ഞാനത് എടുക്കും കേട്ടോ. ഈ സ്ട്രൈപ്സിനൊക്കെ എപ്പോഴും നല്ല ആൾക്കാരുണ്ട്, നമുക്ക് ചോദിച്ചു വരുന്നവരുണ്ട്. അപ്പോൾ ഇതൊരു വൈറ്റ് ഗ്രേ പിന്നെ ലൈറ്റ് യെല്ലോയുടെ ഒരു കോമ്പിനേഷനാണ്. ഇതിങ്ങനെ താഴത്തോട്ട് നിങ്ങൾ ഊഹിക്കണം കേട്ടോ. ഇതുപോലെ വരും. ഇതുപോലെ താഴത്തൊരു ലൈൻ പോലെ മൊത്തം കിടക്കും. ബോർഡർലെസ് ആണ് ഈ ഒരു മോഡൽ വരുന്നത്. ബോർഡർലെസ് ആണ്. ബോർഡർ ഉള്ളത് കൊണ്ട് ഇങ്ങനത്തെ മോഡൽ ബോർഡർലെസ് കൊണ്ട് വരാറുണ്ട്. ഇതിപ്പം ഇത് കണ്ടില്ലേ, ബോർഡർ ഇല്ല, മൊത്തത്തിൽ ഈ സെയിം ഡിസൈൻ തന്നെയാണ് പോയേക്കുന്നത്. പില്ലോ കവറും സെയിം തന്നെയാണ് കേട്ടോ. ഇടുമ്പോൾ ഇതും കാണാൻ ഭംഗിയാട്ടോ. പിന്നെ കൂടുതലും നമ്മൾ ചെയ്യുന്നത് ആ ബോർഡർ ഉള്ളത് തന്നെയാണ്. കുറച്ച് മാത്രം ഈ ഒരു മോഡൽ ചെയ്യുന്നുണ്ട്. പിന്നെ ചിലർ പ്ലെയിൻ ചോദിക്കുന്നുണ്ട്. ഞാൻ നോക്കട്ടെ, ഞാൻ കൊണ്ടുവരാൻ പറ്റുമോ നോക്കാം. അപ്പം മെറ്റീരിയൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള സൈസ് ഐറ്റമാണ് കേട്ടോ. പ്ലെയിൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഞാൻ നോക്കട്ടെ, കുറച്ചെണ്ണം കൊണ്ടുവന്ന് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ കൂടുതൽ കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ എല്ലാം ഡിസൈൻസ് ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. ഓരോ പ്രാവശ്യം വരുമ്പം എനിക്ക് തോന്നുന്നു ഈവൻ ഒരു 2-3 ദിവസം കൂടുമ്പോൾ പുതിയ ഡിസൈൻസ് വരും. അപ്പോൾ അതെല്ലാം നമുക്ക് പുതിയ ഡിസൈൻസാണ് വരുന്നത്. സെയിം തന്നെ കിട്ടുന്ന കുറവാണ്. എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് നല്ല പുതിയ ഡിസൈൻസിലാണ് എല്ലാം വരുന്നത്. അപ്പം ഞാൻ നോക്കട്ടെ, റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള എനിക്ക് അറിയത്തില്ല. പറ്റുന്നത്ര അപ്പം അതുകൊണ്ട് റിപ്പീറ്റ് എപ്പോഴും ചോദിക്കരുത്, പറ്റുന്നതൊക്കെ കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഡിസൈനാണ് ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ ഇതിന് കുറേ ഷെയ്ഡ്സിൽ വരാറുണ്ട് കേട്ടോ. എല്ലാം നല്ലതാണ്, നമുക്ക് അങ്ങനെ കുറ്റം പറയാനൊന്നുമില്ല. എല്ലാ ഡിസൈൻസും നല്ല കേട്ടോ.
അപ്പം അങ്ങനെ നമ്മൾ നോക്കിയിട്ട് എടുക്കുന്ന അത്യാവശ്യം നല്ല ഡിസൈൻസ് മാത്രം നോക്കിയാൽ സെലക്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ആ ഒരു നമ്പറോട് ചേർത്തിട്ട് എടുക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് റിപ്ലൈ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ തന്നെ അത് നോക്കി, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സ്ക്രീൻഷോട്ടിൻ്റെ അകത്ത് കറക്റ്റായിട്ട് ആ നമ്പർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡിക്റ്റേറ്റ് ചെയ്ത് നിങ്ങൾക്ക് അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പറഞ്ഞു തരും. ഓട്ടോമാറ്റിക് ആയിട്ടാണ് നമ്മൾ അതിൻ്റെ റിപ്ലൈ തരുന്നത്. അപ്പോൾ ഇത് അല്ലാതെ നോക്കുമ്പോഴത്തേനും നിങ്ങൾ ആ കറക്റ്റ് നമ്പറോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ഒന്നുകൂടെ പിന്നെ ഫോട്ടോ ഇടേണ്ടി വരും. അപ്പോൾ അത് കറക്റ്റ് പിന്നെ നമ്മൾ പിടിച്ചിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് നഷ്ടപ്പെടും. കറക്റ്റായിട്ട് ആ നമ്പർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റിപ്ലൈ കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുക്കും, അതുകൂടെ കൂട്ടിയെടുക്കണം.